ഈ കുറെ വർഷം മുമ്പ് ഒരു കഥ പറയാൻ വന്നിട്ടുണ്ടല്ലോ ജീവിയം. അപ്പോ നമുക്ക് ഇപ്പൊ നറേറ്റ് ചെയ്യാൻ ചെന്നപ്പോഴും അതെവിടെയെന്ന് ആദ്യം ചോദിച്ചെന്നാ കേട്ടെ. ശരിക്കും ആ ടൈമിൽ കേട്ട കഥ എന്തായിരുന്നു? ആ കഥ ഇതുപോലൊരു പോലീസ് ഓഫീസറുടെ കഥയാണ്. ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ഇതല്ല കഥ. അതൊരു സീരിയൽ കില്ലറിൻ്റെ കണ്ടുപിടിക്കേണ്ട ഒരു കഥയാണ്. നല്ല രസമുള്ള കഥയായിരുന്നു അത്. അന്ന് ഒരു 10-20 വർഷമായി കാണും അല്ലേ? 2005. 20 വർഷം കൃത്യം. അന്ന് അതിനുമുമ്പ് എഴുതിയ കഥ കൊണ്ടുവന്ന കഥയാണ്. പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശഭരിതനായിട്ടിരുന്നു. പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെയാണ് പൊങ്ങുന്നത്. പക്ഷെ നല്ല കഥയാണ്. പക്ഷെ അത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡ് അല്ല, ഇയാളെ സസ്പെൻഡഡാണ്. റിട്ടയറിങ് പോലീസ്. അന്നേ റിട്ടയർമെന്റാണ് നമ്മൾ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി നടക്കുമോ? അതെങ്ങനെയാ? സാധ്യതയുണ്ടോ? ഇനിയിപ്പോൾ പുള്ളി അത് ഇനി ചകഞ്ഞെടുത്ത് വേറെ കഥകളുണ്ടല്ലോ. കഥയ്ക്കൊന്നും പഞ്ഞമില്ലല്ലോ. ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല പുള്ളിയെ. പുള്ളി പോയിട്ടുമില്ല. എൻ്റെ പുള്ളിയെ പോയത്. പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു വിട്ടെങ്കിലല്ലേ ഞാൻ തിരിച്ചു വിളിക്കേണ്ടത്. കഥ കേട്ടവരുടെ പുള്ളി ബസ് കയറിയെന്നാ പറഞ്ഞത്. നമുക്ക് അവിടെ പോയത് പെട്ടെന്ന് തിരിച്ചു വന്നോന്ന് പറഞ്ഞു. അപ്പൊ അത്രമാത്രം ഇഷ്ടപ്പെട്ടു കഥ എന്നാണ് മനസ്സിലായത്. അല്ല, കഥ നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷം അറിയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇമ്പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ശരിയാവാൻ തെറ്റാവാം. അധികമൊന്നും നമുക്കതിൽ ഉപയോഗിക്കാത്ത ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ എലമെന്റ്സ് കൂടി സിനിമയുടെ അകത്തും പോസ്റ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും നന്ദിയുണ്ടേ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കടയിലും കയറുമ്പോൾ കേൾക്കുന്നത് മമ്മൂക്കയുടെ ശബ്ദമാണ് പൈസ ക്രെഡിറ്റ് ആയതിനു ശേഷം. ആ നന്ദിയുണ്ടേ എലമെന്റാണ് പോസ്റ്ററിലടക്കം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ പടത്തിനകത്തുണ്ട് മമ്മൂക്കയിൽ ഇതുവരെ സിനിമയിൽ കാണാത്തത്. ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് പിക്ക് ചെയ്തത്? എന്തൊക്കെ സ്ക്രിപ്റ്റിൽ കൊണ്ടുപോയി വെക്കണം? ആ ഐഡിയ എങ്ങനെയാണ് വന്നത്? കുറേ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറേ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ വിഷയങ്ങൾ ചോദിക്കും. ഇനിയും കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ട എന്ന് മൈൻഡിലുണ്ടായിരുന്നു. നമ്മൾ ഈ പടം കാണുമ്പോൾ ഒരു ഐ തിങ്ക് ദാറ്റ് ഇസ് എവറി ആക്ടേഴ്സ് വാട്ട് ആൻ ആക്ടർ ബ്രിങ്സ് ടു ടേബിൾ. നമ്മളൊരു ഒരു 10-15 സെക്കൻഡ്സിൽ മമ്മൂക്ക മറന്നിട്ട് നമ്മൾ ഡൊമിനിക്കിൻ്റെ ഉള്ളിൽ പോകും. ദാറ്റ് വാസ് in that first scene itself. As I was directing him also, I felt that I forgot Mammootty sir and I started believing that this is Dominic, and now how am I going to treat Dominic? So pop culture reference ആയിട്ട് നമ്മൾ കുറേ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ വാപ്പച്ചീസ് ലെഗസിയും ഈ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയറും അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഓൾറെഡി സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു. ഡയലോഗ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് കറക്ഷനൊക്കെ അത്യാവശ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് അവർ തരും. അത് നമുക്ക് നന്നാക്കാം അല്ലെങ്കിൽ ചീത്തയാക്കാം. നാസയൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി. നാസയുണ്ട് ഓൾറെഡി പടത്തിൽ. So അങ്ങനെ കുറേ ഡിസ്കസ് ചെയ്തിട്ട് we thought we'll keep a few things and we'll keep it on the meter also.